അപൂർവ ജാതകം. രചന മാർത്ത മറിയം. അവതരണം ജംസി. എന്ത് ന്യായം? അർദ്ധരാത്രിയിൽ ഞാൻ ഒരുത്തനെയും വിളിച്ച് എൻ്റെ വീട്ടിൽ കയറ്റിയിട്ടില്ല. നിന്റെ ഭർത്താവ് എന്നെ തേടി വന്നെങ്കിൽ അത് നിന്റെ കുറവ്, അല്ലാതെ കാര്യവും കാരണവും അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വരികയല്ല വേണ്ടത്. തീർത്ഥയുടെ മറുപടി കേട്ട് ആർദ്ര ഒന്ന് പകച്ചു. അവളിൽ നിന്നും അങ്ങനെയൊരു മറുപടി ആർദ്ര പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ആ മുഖം വ്യക്തമാക്കി. നീ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട. ഇനി ഒരിക്കൽ കൂടി നീ മാധവേട്ടനെ കാണാൻ ശ്രമിച്ചാൽ കൊല്ലും ഞാൻ, നിന്നെ മാത്രമല്ല ആ കുഞ്ഞു കുരുപ്പിനെയും. ആർദ്ര അത് പറഞ്ഞു തീർന്നതും തീർത്ഥയുടെ കൈ വായുവിൽ ഉയർന്നു താഴ്ന്നു. ആർദ്രയുടെ ഇടം കവളിൽ തീർത്ഥയുടെ വലം കൈ പതിഞ്ഞു. അവൾ പുകഞ്ഞുപോയി. ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ നീ ഇനിയും അടി വാങ്ങും. തീർത്ഥ ദേഷ്യം കൊണ്ട് വിറച്ചു. എന്ത് പറഞ്ഞടി നീ? ആർദ്രയുടെ മുഖം ചുവന്നു. ഇറങ്ങിപ്പോവാനാ നിന്നോട് പറഞ്ഞത്. തീർത്ഥ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. ദേഷ്യവും വാശിയും കൊണ്ട് ആർദ്ര കിതച്ചു. എന്നോട് ഈ ചെയ്തതിന് നീ അനുഭവിക്കും. ഇനി ഒരാളുടെയും നേർക്ക് നിന്റെ ഈ കൈ പൊന്തില്ല. പല്ല് ഞെരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. വലിയ ഡയലോഗ് അടിക്കാതെ നീ പോവാൻ നോക്ക്. തീർത്ഥ യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു. അവളെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് ആർദ്ര തിരിഞ്ഞു നടന്നു. ആർദ്ര, ഒരു കാര്യം കൂടി. സിറ്റ് ഔട്ടിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ആർദ്ര തീർത്ഥയുടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. ഈയൊരു നിമിഷം വരെ മാധവേട്ടൻ്റെ ജീവിതത്തിലേക്ക് തിരികെ ചെല്ലുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ നിമിഷം നിന്റെ ഈ പ്രഹസനം കാരണം ഞാൻ എൻ്റെ തീരുമാനം മാറ്റുകയാണ്. ഇനി അദ്ദേഹം എന്നെ വന്ന് വിളിച്ചാൽ തീർച്ചയായും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വരും. മേലേടത്തേക്ക് തന്നെ. സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ദിവസം അദ്ദേഹം വന്ന് വിളിച്ചപ്പോൾ കൂടെ ചെല്ലാതിരുന്നത്. പക്ഷേ ഞാൻ എവിടെ താമസിച്ചാലും നിങ്ങൾ സ്വസ്ഥത തരുന്നില്ലെങ്കിൽ അതിലും ഭേദം മേലേടത്ത് തന്നെ നിൽക്കുന്നതല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആർദ്രയുടെ യാത്രകൾ ഒഴിവാക്കാമല്ലോ. പുച്ഛത്തോടെ അവൾ പറഞ്ഞു. ആർദ്ര ആകെ വിറച്ചുപോയി. തൻ്റെ പ്രവൃത്തികൾ തനിക്ക് തന്നെ വിനയാകുമെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ എതിർത്തൊന്നും പറയാനാവാത്ത വിധം അവൾ നിരാശയായിരുന്നു. ഇനി പോയിക്കോ. തീർത്ഥ അവൾക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ പതറിക്കൊണ്ട് ആർദ്ര ഒരു നിമിഷം കൂടി ആ സിറ്റ് ഔട്ടിൽ തന്നെ നിന്നു. പിന്നെ സർവ്വതും നഷ്ടമായവളെ പോലെ ഇടർച്ചയോടെ സ്റ്റെപ്പ് ഇറങ്ങി മുറ്റത്തേക്ക് നടന്നു. ഇതേ സമയം വാശിയുടെ പുറത്ത് ആർദ്രയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും താൻ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ച് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ് തീർത്ഥ. മാധവിനൊപ്പമുള്ള ജീവിതം ഉള്ളുകൊണ്ട് താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തിരികെ മേലേടത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് അവൾക്ക് ആലോചിക്കാൻ പോലും ആവില്ല. പ്രത്യേകിച്ച് ആർദ്രയുള്ളപ്പോൾ. മാധവേട്ടൻ തന്നെയും കൂട്ടി മേലേടത്തേക്ക് ചെന്നാൽ പോലും ആർദ്ര അവിടെ നിന്നും പോകുമെന്ന് തോന്നുന്നില്ല. അത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും. ഈശ്വരാ, ഒരു സമയത്തും എനിക്ക് സമാധാനം തരില്ല എന്നാണോ? അവൾ നെടുവീർപ്പിട്ടു. എത്ര നേരം ആ ഇരിപ്പിരുന്നെന്ന് അവൾക്കറിയില്ല. എവിടെ നിന്നോ പാതിരാക്കോഴിയുടെ ശബ്ദം കേട്ടാണ് അവൾ ചിന്ത വിട്ടുണർന്നത്. ഭഗവാനെ, എത്ര നേരായി? അവളുടെ മിഴികൾ ചുമരിലെ ക്ലോക്കിലേക്ക് തിരിഞ്ഞു. 3 മണിയോ? അവൾ ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. നോക്കാനുള്ള ഫയൽസ് എല്ലാം നോക്കി ശിവുവിൻ്റെ അടുത്ത് വന്ന് കിടന്നപ്പോഴേക്കും സമയം 4 കഴിഞ്ഞിരുന്നു. കൂടിപ്പോയ 2 മണിക്കൂർ കിടക്കാം. അലാറത്തിൻ്റെ ശബ്ദം കൂട്ടിവെച്ചുകൊണ്ട് അവൾ നെടുവീർപ്പോടെ ബെഡിലേക്ക് കിടന്നു. അപ്പോഴും ഉറക്കം അവൾക്ക് അന്യമായിരുന്നു. മനസ്സ് നിറയെ മാധവിനെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. ഒരുമിച്ചുള്ള സുന്ദരമായ നിമിഷങ്ങൾ, ആ നെഞ്ചോട് ചേർന്ന് കിടന്ന രാത്രികൾ. അവളുടെ കണ്ണുകളിൽ നനവ് പടർന്നു. അവൾ മെല്ലെ കണ്ണുകൾ അടച്ചു. ഇടയ്ക്കെപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഉറക്കത്തിൽ നിറമുള്ള സുന്ദരമായ സ്വപ്നങ്ങൾ അവളെ തേടിയെത്തി. അത് അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി നൽകി. ഇരവ് പകലിനെ തേടി പായുമ്പോൾ തീർത്ത അവളുടെ സ്വപ്നത്തിൽ സന്തോഷവതിയായിരുന്നു. നീ ഇത് എന്തുദ്ദേശിച്ചിട്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇതിപ്പോൾ അവൾക്കും വാശിയായില്ലേ? ഇനി അധികം വൈകാതെ അവൾ ഇങ്ങോട്ട് വന്നോളും. പാർവതി ആദ്യമായി ആർദ്രയോട് ദേഷ്യപ്പെട്ടു. അവൾ നിശബ്ദയായി തലതാഴ്ത്തി നിൽക്കുകയാണ്. ഇനി എനിക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ നീ നിന്റെ വഴി നോക്കിക്കോ. അതും പറഞ്ഞുകൊണ്ട് പാർവതി ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ആർദ്ര നിരാശയോടെ നഖം കടിച്ചു. എന്തൊക്കെ സംഭവിച്ചാലും അയാൾ അവൾക്കൊപ്പം ജീവിക്കില്ല, അതുറപ്പാണ്. നിരാശയിലും അവളുടെ മനസ്സിൽ പക ആളിക്കത്തി. ദേഷ്യത്തോടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ മാധവ് ഓഫീസിൽ പോവാനായി റെഡിയാവുകയാണ്. ഇന്നലെ രാത്രി താൻ എവിടെ പോയിരുന്നു എന്ന് അവൻ അന്വേഷിക്കുമെന്ന് അവൾ കരുതിയെങ്കിലും അത് സംഭവിച്ചില്ല. അവളെന്ന വ്യക്തി ആ റൂമിലുണ്ടെന്ന് പോലും മൈൻഡ് ചെയ്യാതെ അവൻ റെഡിയായി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആർദ്രയ്ക്ക് തൻ്റെ തല പിരിക്കുന്നത് പോലെ തോന്നി. എന്തിനു വേണ്ടിയാണ് താൻ ഇത്രയും നാൾ കാത്തിരുന്നത്?
അത് തൻ്റെ കൈപ്പിടിയിൽ നിന്നും ഉയർന്നു പോകുകയാണ്. ആർദ്രയ്ക്ക് വല്ലാത്ത പരവേശവും ദേഷ്യവും. അവൾ ദേഷ്യത്തോടെ ഉറക്കെ അലറി. ആ ശബ്ദം മേലെടുത്ത് പ്രകമ്പനം കൊള്ളിച്ചു. എന്താടാ മുകളിൽ ഒരു ശബ്ദം കേട്ടത്? അടുക്കളയിൽ നിന്നും ശബ്ദം കേട്ട് ഓടി വന്ന ജാനകി സ്റ്റെപ്പ് ഇറങ്ങുന്ന മാധവിനോട് ചോദിച്ചു. ഒന്നുമില്ല ചിറ്റേ, ഭക്ഷണം റെഡിയായോ? ജാനകിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ഡൈനിങ് റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു. അതൊക്കെ എപ്പോഴേ ആയി. മഹിയേട്ടനില്ലേ ഇവിടെ? ജാനകി ചോദിച്ചു. ഇല്ല, അച്ഛൻ വെളുപ്പിനെ പോയല്ലോ. ലോഡ് വന്നിട്ടുണ്ട്. കൈ കഴുകിക്കൊണ്ട് അവൻ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. വെറുതെയല്ല, രാവിലെ ചായയ്ക്ക് കണ്ടില്ല. ജാനകി അവന് ഭക്ഷണം വിളമ്പി. അപ്പോഴേക്കും ചിന്നുവും അങ്ങോട്ട് വന്നു. ഏട്ടാ, അഖിൽ വിളിച്ചിരുന്നു. നമ്മളെന്നാ അങ്ങോട്ട് ചെല്ലുന്നത് എന്ന് ചോദിച്ചു. അവളും കഴിക്കാനിരുന്നു. അതൊക്കെ ഞാനല്ലല്ലോടി തീരുമാനിക്കുന്നത്. ചെറിയച്ഛൻ എന്താ പറഞ്ഞത്? ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ ജാനകിയെ നോക്കി. ഏട്ടന് താല്പര്യമുണ്ട്, പക്ഷേ ഇവളുടെ കോഴ്സെല്ലാം കഴിഞ്ഞ് ഒരു ജോലിക്ക് കയറിയതിന് ശേഷം മതിയെന്നാണ്. ജാനകി ചിന്നുവിനും ഭക്ഷണം വിളമ്പി. അത് കേട്ട് ചിന്നുവിൻ്റെ മുഖം മാറി. കല്യാണം കഴിഞ്ഞാൽ ജോലി നോക്കാമല്ലോ, അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അങ്ങനെയല്ല. മാധവ് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അങ്ങോട്ട് ആർദ്ര വന്നു. കരഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അവളുടെ മുഖം വീർത്തിരുന്നു. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. അവൾ വന്ന് ഡൈനിങ് ടേബിളിൽ മാധവിൻ്റെ അരികിലിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറയാൻ വന്ന കാര്യം പകുതിയിൽ നിർത്തി ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു. മോൾക്ക് കഴിക്കാൻ എടുക്കട്ടെ? ജാനകി ചോദിച്ചു. മോളോ? ആരുടെ മോള്? അവൾ ദേഷ്യത്തോടെ അവരെ നോക്കി. അത് കേട്ട് ജാനകി വല്ലാതെയായി. ചിറ്റ കഴിക്കാൻ നോക്ക്, ആവശ്യമുള്ളവർ വിളമ്പിക്കഴിച്ചോളും, മാധവ് ജാനകിയോട് പറഞ്ഞു. ആർദ്ര പകയോടെ അവനെ നോക്കി. എന്നാൽ മാധവ് അത് മൈൻഡ് പോലും ചെയ്തില്ല. ഇരുവർക്കിടയിലും ആകെ പെട്ടിരിക്കുകയാണ് ചിന്നു. അവൾ ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി വേഗത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ചിറ്റേ, വൈകുന്നേരം പായസം ഉണ്ടാക്കാമോ? കഴിച്ചെഴുന്നേറ്റുകൊണ്ട് അവൻ ചോദിച്ചു. എന്തിനാ? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ജാനകി ചോദിച്ചു. ഇന്ന് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാൾ ഇങ്ങോട്ട് വരും, ഒരുപാട് നാൾക്ക് ശേഷം. അപ്പോൾ മധുരം കൊടുത്ത് വേണം സ്വീകരിക്കാൻ. ചെറുപുഞ്ചിരിയോടെയുള്ള അവൻ്റെ ആ പറച്ചിൽ കേട്ട് ആർദ്രയുടെ മിഴികൾ കുറുകി. ആരാ വരുന്നത്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയണോ? കണ്ടാൽ പോരെ? അപ്പോഴും അവൻ്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞിരുന്നില്ല. പറഞ്ഞറിയണം, എനിക്കിപ്പോൾ അറിയണം. ആരാ വൈകിട്ട് വരുന്നത്? അവൾ ദേഷ്യത്തോടെ അതിലേറെ വാശിയോടെ പറഞ്ഞു. എന്നാ എനിക്ക് പറയാൻ സൗകര്യമില്ല, സമയവുമില്ല. ചിറ്റേ, വൈകിട്ട് കാണാം. ഞാൻ പോയെന്ന് അമ്മയോട് പറഞ്ഞേക്ക്. അതും പറഞ്ഞുകൊണ്ട് അവൻ ലിവിംഗ് റൂമിലേക്ക് നടന്നു. ആർദ്രയും അവൻ്റെ പിറകെ നടന്നു. അത് പറയാതെ നിങ്ങളെ ഞാൻ വിടില്ല. അവൾ അവൻ്റെ കയ്യിൽ ബലത്തിൽ പിടിച്ചു. നിന്നോട് വിടാനാ പറഞ്ഞത്. എന്തധികാരത്തിൻ്റെ പുറത്താ നീ എൻ്റെ കയ്യിൽ പിടിക്കുന്നത്? മാധവൻ്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. വാക്കുകൾക്ക് കടുപ്പമേറി. എൻ്റെ അധികാരം എന്താണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കുമറിയാം. അത് പറഞ്ഞു ബോധിപ്പിക്കണമെന്നില്ല. അവളെ എങ്ങാനുമാണ് വൈകുന്നേരം ഇങ്ങോട്ട് കെട്ടി എഴുന്നേൽപ്പിക്കുന്നതെങ്കിൽ അവളുടെ ശവം ഞാൻ നിങ്ങളെക്കൊണ്ട് തീറ്റിക്കും. ആർദ്രയുടെ കണ്ണുകൾ ചുവന്നു കലങ്ങി. നിന്നോട് വിടാനാ പറഞ്ഞത്. മാധവ് കൈ കുടഞ്ഞു. പൊയ്ക്കോ. പക്ഷേ വൈകുന്നേരം അവളെ എങ്ങാനും ഈ പടി ചവിട്ടിയാൽ പിന്നെ അവൾ ജീവനോടെ ഉണ്ടാകില്ല. ഈ ആർദ്രയാണ് പറയുന്നത്. അതും പറഞ്ഞുകൊണ്ട് അമർത്തി ചവിട്ടി അവൾ അകത്തേക്ക് നടന്നു. എന്നാൽ മാധവിന് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല. ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവനത് പറഞ്ഞത് തന്നെ. നേർത്തൊരു മൂളിപ്പാട്ടോടെ അവൻ കാറിനടുത്തേക്ക് നീങ്ങി. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആർദ്ര എന്തിനാ ഒച്ച ഉണ്ടാക്കിയത്? അമ്പലത്തിൽ പോയി വന്ന പാർവതി ഗേറ്റിൽ വെച്ച് തന്നെ ആർദ്രയുടെ ശബ്ദം കേട്ടു. കയ്യിലെ ഇലച്ചീന്തിൽ നിന്നും നുള്ളു ചന്ദനമെടുത്ത് മാധവിനെ തൊടുവിക്കുമ്പോൾ അവൾ ചോദിച്ചു. അമ്മ ഇപ്പോൾ അകത്തേക്കല്ലേ പോകുന്നത്? കാണുമ്പോൾ നേരിട്ട് ചോദിച്ചു നോക്ക് എന്താ പ്രശ്നമെന്ന്. മാധവ് കാറിലേക്ക് കയറി. എന്ത് ചോദിച്ചാലും ഇപ്പോൾ തർക്കുത്തരമാണ്. അരിശത്തോടെ പിറുപിറുത്തുകൊണ്ട് പാർവതി അകത്തേക്ക് കയറി. ചിന്നു, എന്താ ഇവിടെ ഒച്ചപ്പാട് കേട്ടത്? ഹാളിലിരുന്ന് ടി വി കാണുകയായിരുന്ന ചിന്നുവിനോട് പാർവതി ചോദിച്ചു. ഉണ്ടായ കാര്യങ്ങൾ അവൾ പറഞ്ഞു. ഇവൻ ഇത് എന്ത് ഭാവിച്ചാ? അല്ല, അവൾക്ക് കുറച്ച് അടങ്ങിയാലെന്താ? രാവിലെ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ ഞാൻ കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. പിന്നെയും എന്തിനാ അവൾ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ നടക്കുന്നത്? അത് അവൾക്ക് തന്നെയാകും ദോഷം ചെയ്യുക. പാർവതി അസ്വസ്ഥതയോടെ നെടുവീർപ്പിട്ടു. അവൾക്ക് വാശിയാണ്. പണ്ടേ അവളുടെ കാര്യം വല്യമ്മയ്ക്ക് അറിയാലോ. വിചാരിച്ചത് നടന്നില്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചതുപോലെയാകും.
ചാനൽ മാറ്റിക്കൊണ്ട് ചിന്നു പറഞ്ഞു. എന്ത് സമയത്താണ് ആവോ? പാർവതിക്ക് വല്ലാത്ത പരവേശവും വെപ്രാളവും തോന്നി. ഇന്നിപ്പോൾ തീർത്തേയും കൊണ്ട് എങ്ങാനും ഇങ്ങോട്ട് വന്നാൽ ഇതൊരു കുരുക്ഷേത്ര യുദ്ധഭൂമിയാകും. മിക്കവാറും ആർദ്ര തീർത്തയെ തട്ടും. തമാശ മട്ടിലാണ് ചിന്നു അത് പറഞ്ഞതെങ്കിലും പാർവതിയുടെ മനസ്സിൽ അസ്വസ്ഥത കൂടി. അവർ വെപ്രാളത്തോടെ നെഞ്ചുഴിഞ്ഞു. അപ്പോഴേക്കും മോഹനും അങ്ങോട്ടേക്ക് ഇറങ്ങി. എന്താ ഏട്ടത്തി മുഖം വല്ലാതിരിക്കുന്നത്? എന്തേലും പ്രശ്നമുണ്ടോ? സെറ്റിയിൽ അമർന്നുകൊണ്ട് അയാൾ ടീപ്പോയിൽ നിന്നും പത്രമെടുത്തു. എന്തേലും പ്രശ്നമുണ്ടോ എന്നോ? ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. മോഹനുള്ള ചായയുമായി ഹാളിലേക്ക് വന്ന ജാനകി പരിഹാസരൂപേണ പറഞ്ഞു. എന്ത്? ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? അയാൾ മനസ്സിലാകാത്ത മട്ടിൽ 3 പെണ്ണുങ്ങളെയും മാറി മാറി നോക്കി. ചിന്നു ഡൈനിങ് റൂമിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞു. അവൻ വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതാകും. അയാൾ നിസ്സാര മട്ടിൽ പറഞ്ഞു. എനിക്കങ്ങനെ തോന്നിയില്ല. ഇന്ന് അവൻ വരുമ്പോൾ മിക്കവാറും അവൻ്റെ കൂടെ തീർത്തയുണ്ടാവാൻ സാധ്യതയുണ്ട്. പാർവതിയൊന്ന് പാളി നോക്കിക്കൊണ്ട് ജാനകി പറഞ്ഞു. പാർവതി ഞെട്ടലോടെ അവരെ നോക്കി. സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം പറഞ്ഞതാണ്. എല്ലാവരും കരുതലോടെ ഇരുന്നാൽ അത്രയും നന്ന്. അതും പറഞ്ഞുകൊണ്ട് ജാനകി അടുക്കളയിലേക്ക് തിരിഞ്ഞു നടന്നു. മോഹ, ഇനി എന്താ ചെയ്യാ? തീർത്തയെങ്ങാനും ഇങ്ങോട്ട് വന്നാൽ പിന്നെ ആർദ്രയെ പിടിച്ചാൽ കിട്ടില്ല. അവൾ എന്താ ചെയ്യുക എന്ന് യാതൊരു ഊഹവുമില്ല. പാർവതി പരവേശത്തോടെ അനിയനെ നോക്കി. ചേച്ചി പേടിക്കാതിരിക്കെ. ആർദ്രയോട് ഞാൻ സംസാരിച്ചോളാം. അതുപോലെ മാധവനെയും ഞാനൊന്ന് കാണട്ടെ. അങ്ങനെ അവൻ്റെ തീരുമാനത്തിൽ മാത്രം കാര്യങ്ങൾ നടന്നാൽ പോരല്ലോ. പിന്നെ കാരണവർമാരാണെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ്? മോഹൻ അവരെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. അസ്വസ്ഥമായ മനസ്സോടെ പാർവതി റൂമിലേക്ക് നടന്നു. എൻ്റെ അഭിപ്രായത്തിൽ അച്ഛൻ ഇതിലൊന്നും ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ആർദ്രയുടെ സ്വഭാവം അച്ഛന് ശരിക്കറിയാഞ്ഞിട്ടാണ്. അവൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ നടക്കണം. ഇല്ലെങ്കിൽ അവൾക്ക് വല്ലാത്ത ദേഷ്യവും വാശിയും ചേർന്ന ഒരു ഭ്രാന്ത് പോലെയാകും. നമ്മൾ ഇടപെട്ടാൽ ചിലപ്പോൾ നമ്മളെപ്പോലും കൊല്ലാൻ മടിക്കില്ല. ആർദ്ര ആ പരിസരത്തെങ്ങാനും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ശബ്ദം താഴ്ത്തി ചിന്നു അച്ഛനോട് പറഞ്ഞു. ഒന്നമർത്തി മൂളിയതല്ലാതെ മോഹൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. വല്ലാത്ത കഷ്ടമാണല്ലോ നിന്റെ കാര്യം. അതല്ല ഞാൻ ആലോചിക്കുന്നത്, അയാളുടെ അവസ്ഥ എത്ര മോശമായിരിക്കും ആ വീട്ടിൽ. അതും ഇതുപോലെ ഒരു പെണ്ണുള്ളപ്പോൾ, അമൃത പറഞ്ഞു. അമൃതയുടെ വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അമൃതയും തീർത്തിയും ബസ്സിലായിരുന്നു ഓഫീസിലേക്ക് പോയത്. എനിക്കതല്ല, ഈ രാത്രിയൊക്കെ ഇങ്ങനെ കയറി വന്നാൽ ആളുകൾ അതും ഇതും പറയും. ഇവിടെ നിന്നും മാറേണ്ടി വന്നാൽ ഇവിടേക്ക് പോകുമെന്നോർത്താണ് എൻ്റെ ആദി. തീർത്ത നെടിവീർപ്പോടെ പറഞ്ഞു പുറത്തേക്ക് നോക്കിയിരുന്നു. അല്ല, എന്താ നിന്റെ തീരുമാനം? അവളോട് പറഞ്ഞതുപോലെ മാധവ് വന്ന് വിളിച്ചാൽ കൂടെ പോകുമോ? അമൃത സംശയത്തോടെ ചോദിച്ചു. ഏയ്, അതൊക്കെ ഞാൻ വെറുതെ അപ്പോഴത്തെ വാശിക്ക് പറഞ്ഞതാണ്. നീയൊന്ന് ആലോചിച്ചു നോക്കിയേ. മാധവേട്ടനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന അവൾ എന്നെ മാധവേട്ടൻ്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കൊല്ലാൻ പോലും മടിക്കില്ല അവൾ. അല്ലെങ്കിൽ തന്നെ സാധാരണ ഒരു പെണ്ണ് ചെയ്യുന്ന കാര്യമായിരുന്നു മുൻപും അവൾ ചെയ്തിരുന്നത്. സ്നേഹിച്ച ആളുടെ ജാതകദോഷം മാറാൻ വേണ്ടി മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് അതിലൊരു കുഞ്ഞുണ്ടായി നമ്മളെപ്പോലെയുള്ളവർക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. കാറ്റിൽ പാറിപ്പറന്ന മുടിയിഴകൾ ചെവിക്ക് പിറകിൽ തിരുകിക്കൊണ്ട് തീർത്ത അമൃതയെ നോക്കി. മനുഷ്യൻ്റെ മനസ്സ് അതൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയൊക്കെ ചിന്തിക്കുമെന്നോ ഏത് വഴിക്ക് ചിന്തിക്കുമെന്നോ മഷിയിട്ട് നോക്കാൻ പോലും അറിയാൻ പറ്റില്ല. അവൾ ചിരിച്ചു. സത്യം. തീർത്തയിൽ നിന്നും നെടുവീർ പുതിർന്നു. ഇനിയും 20 മിനിറ്റോളമുണ്ട് ഓഫീസിലേക്കെത്താൻ. അവൾ പുറത്തെ കാഴ്ചകളിൽ മിഴി നട്ടു. അമൃത ഹെഡ്ഫോണിൽ പാട്ട് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് ബസ്സൊന്ന് സഡൻ ബ്രേക്ക് പിടിച്ചു. എല്ലാവരും മുൻപോട്ട് പാഞ്ഞു. എന്തു പറ്റി? മുൻപിലെ സീറ്റിലെ കമ്പിയിൽ ഇടിച്ച് നെറ്റി അമൃതയെ തടവിക്കൊണ്ട് തീർത്ത അമൃതയെ നോക്കി. അറിയില്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. തീർത്ത പുറത്തേക്ക് എത്തി നോക്കിയെങ്കിലും മൊത്തം ബ്ലോക്കായിരുന്നു. വണ്ടിയുടെ നീട്ടിയുള്ള ഹോണടി അവളിൽ അലൗസരമുണ്ടാക്കി. ഓഫീസിലെത്താൻ വൈകുമല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അമൃത തിരികെ വന്ന് അവൾക്ക് അരികിലിരുന്നത്. ആക്സിഡൻ്റ് ആണ്. ഒരു കാർ പപ്പടം പോലെ പൊടിഞ്ഞു കിടപ്പുണ്ട്. ഓടിച്ച ആൾ മിക്കവാറും പടമായി കാണും. അമൃത പറഞ്ഞത് കേട്ട് തീർത്തയുടെ നെറ്റി ചുളിഞ്ഞു. അവൾ വീണ്ടും പുറത്തേക്ക് എത്തി നോക്കി.